വയനാട് മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി വയനാട് മാറിക്കഴിഞ്ഞു. ഇതുവരെ ആരാണ് സ്ഥാനാർത്ഥി എന്ന് കൃത്യമായൊരു തീരുമാനമില്ലാത്തതിനാൽ നിർജീവമായിരുന്ന UDF ക്യാമ്പ് ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തീർച്ചയായും ഇന്ന് 11 മണിയോടുകൂടി AK ആന്റണിയുടെ ഭാഗത്തു നിന്നും ആ പ്രഖ്യാപനം ഉണ്ടായ ശേഷം UDF ക്യാമ്പെല്ലാം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന UDF ക്യാമ്പെല്ലാം ഇപ്പോഴും ആ ആവേശം കെട്ടടങ്ങിയിട്ടില്ല. എല്ലായിടത്തും പ്രവർത്തകർ തടിച്ചുകൂടുന്നു, ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അഞ്ചിത, ഇനി നമ്മൾ നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങളാണ്. അവിടെ പ്രവർത്തകർ ധാരാളമായി തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ് അവിടെയുള്ള പ്രവർത്തകരുള്ളത്. തീർച്ചയായും മലപ്പുറത്താണെങ്കിൽ നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ ഇങ്ങനെ ഈ 3 നിയമസഭാ മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള, അതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. തീർച്ചയായും റഹീസ്, എങ്ങനെയാണ് റഹീസ് നിലമ്പൂരിലാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് അവിടെ പ്രവർത്തകരുടെ ഒരു ആവേശം? സായി അഞ്ജിത, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് വയനാട് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന 3 മണ്ഡലം എന്ന് കണക്കാക്കപ്പെടുന്ന 3 നിയോജക മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അത് നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് എന്നതാണ്. ഇതിൽ നിലമ്പൂരിൽ മാത്രമാണ് UDFൻ്റെ ഒരു MLA ഇല്ലാത്തത്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ട ഒരു മണ്ഡലം. അതിനു മുമ്പ് കോൺഗ്രസ് കൂടുതൽ തവണ വിജയിച്ച മണ്ഡലം. ഏറനാടും വണ്ടൂരുമാണെങ്കിൽ UDFൻ്റെ ഒരു കുത്തക മണ്ഡലം എന്ന് മാത്രമല്ല, MA ഷാനവാസിന് 2 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ ഒരു മണ്ഡലം എന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത്. പ്രത്യേകിച്ച് ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ ശക്തിയുള്ള ഒരു ഏരിയയാണ് നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് ഭാഗങ്ങൾ എന്നിവയൊക്കെ കോൺഗ്രസിനെ ലീഗിനെ തമ്മിൽ സംബന്ധിച്ച് വലിയ പോസിറ്റീവാണ്. മാത്രമല്ല CPIയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെയുള്ളത്. അത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു മലപ്പുറംകാരനായ PP സുനീറാണ് രാഹുൽ ഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത്. അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുമെന്ന, മലപ്പുറത്ത് കൂടുതൽ ഗുണം PP സുനീറിന് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ LDFനുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം നമ്മൾ അല്പസമയം മുമ്പ് PP സുനീറുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അല്ല, ആര് വന്നാൽ തന്നെ ശക്തമായി മത്സരരംഗത്ത് ഉണ്ടാകും എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കപ്പോൾ ഇപ്പോൾ കുറച്ച് UDFൻ്റെ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകരാണുള്ളത്. ഇവർ വലിയ തോതിലുള്ള ഒരു ആവേശ പ്രകടനം, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ, വയനാടിൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരു ആവേശ പ്രകടനം നിലമ്പൂരും വണ്ടൂരും ഏറനാടുമൊക്കെ കണ്ടു. ഇവിടെ ചുവരെഴുത്ത് തുടങ്ങിയ ഒരു സ്ഥലം നിലമ്പൂരാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രകടനം നടന്ന ഒരു സ്ഥലം. മുമ്പെങ്ങും നമുക്ക് നിലമ്പൂരും വണ്ടൂരും ഏറനാടൊക്കെ കഴിഞ്ഞ കാലത്തെ തിരഞ്ഞെടുപ്പൊക്കെ റിപ്പോർട്ട് ചെയ്ത് പരിചയമുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആവേശം രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കണ്ട ആദ്യ ദിവസം തന്നെ കണ്ട ഒരു സ്ഥലം എന്നത് നമ്മൾ ഈ സമയത്ത് എടുത്തു പറയണം. ഈ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ വലിയ ഗുണമുണ്ടാകുമെന്നാണ് നിങ്ങളുടെ നേതാക്കളൊക്കെ പറയുന്നത്. അത്തരത്തിലൊരു ഗുണം ഉണ്ടാകുമോ? തീർച്ചയായും. തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടക, ഈ കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന 2 സ്റ്റേറ്റുകളായതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ ഗുണമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയെ വയനാട് നിർത്താൻ തീരുമാനിച്ചത്. നിങ്ങൾ കുറച്ച് നേരത്തെ കണ്ടു, ജനങ്ങൾ ഒന്നടങ്കം, കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകർ മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഇതിൽ ആവേശത്തിലാണ്. ഞങ്ങൾ മധുരം വിതരണം ചെയ്തപ്പോൾ സ്ത്രീകളൊക്കെ വളരെ ആവേശത്തിലാണ്. നിലമ്പൂരിലെ സ്ത്രീകളൊക്കെ മണ്ഡലത്തിൽ ഫുൾ ടൈം ഉള്ള ഒരാളെ വിജയിപ്പിക്കുക, അതാണ് CPI ഇന്ന് തൊട്ട് പറയുന്ന ഒരു മുദ്രാവാക്യം. മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം വെച്ചിട്ട് ഇത് UDFൻ്റെ ഏറ്റവും ഉറച്ച മണ്ഡലമാണ്. മുസ്ലിം ലീഗും അതുപോലെ കോൺഗ്രസും ഒറ്റക്കെട്ടായി, മറ്റ് UDFൻ്റെ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി ഈ മണ്ഡലത്തിൽ രാഹുലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ ഒരിക്കൽ പോലും വരേണ്ട ഒരു ആവശ്യം പോലും ഇവിടെ വരുന്നില്ല. എന്നിൽ പോലും ഒരു 5 ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിലേക്ക് എത്തിക്കുന്നതാണ്. അതുവഴി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് വന്നില്ലെങ്കിലും ജയിക്കുമെന്ന് പറയുന്നു. പക്ഷേ പഴയ കാലത്ത് പണ്ട് ഇവിടെ ലീഗിൻ്റെ പല സ്ഥാനാർത്ഥികളും ഒരിക്കൽ പോലും വരാതെ നോമിനേഷൻ കൊടുത്തിട്ട് ജയിച്ചിട്ടുണ്ട്. പക്ഷേ കാലം മാറി. അങ്ങനെ വരാതിരിക്കുന്ന ഒരാളെ എത്രത്തോളം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യ ഒന്നാകെ ഓടി നടന്നുകൊണ്ട് പ്രചരണം നയിക്കേണ്ട ആളാണ്. ആ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഒരു 1-2 പ്രാവശ്യം തന്നെ റോഡ് ഷോക്കൊക്കെ വന്നാൽ തന്നെ മതി. ഇവിടുത്തെ കുറഞ്ഞതൊരു 3 ലക്ഷം ഭൂരിപക്ഷത്തിനെങ്കിലും വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. വയനാട്ടിലെ ജനങ്ങൾ അങ്ങനെ ഈ പറയുന്ന 5 ലക്ഷം 3 ലക്ഷത്തിനൊക്കെ വിജയിപ്പിച്ചു കഴിഞ്ഞ് അവിടെ അങ്ങനെ ഒരു MP ഉണ്ടാകുമെന്ന ഒരു ഉറപ്പും നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് പോലും ഇല്ല. ഏറ്റവും കുറഞ്ഞ് രാഹുലിന് 5 ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഞങ്ങൾ. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് ഗുണം? പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആളാണ് രാഹുൽ ഗാന്ധി.
അപ്പം ഞങ്ങൾക്ക് ഈ വയനാട്ടിനാണ് ഏറ്റവും വലിയ ഗുണം ചെയ്യുക. കേരളത്തിലാണ് വന്നിക്കുന്നത്, പ്രധാനമന്ത്രിയാകല്ലേ. ഈ പ്രധാനമന്ത്രി ആകുക എന്ന് പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ പ്രധാനമന്ത്രി ആകുമ്പം ഇവിടെ ഉണ്ടാവില്ല, വയനാടിന്റെ MP ആയിട്ട് രാഹുൽ ഉണ്ടാവില്ല എന്നല്ലേ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നത്. രാഹുൽ ഇവിടെ ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുകയും ഈ വയനാടിനെ ഏറ്റവും വളരെയധികം വികസനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. ഇവിടെ UDF-ന്റെ നേതൃത്വം. എന്തുകൊണ്ടാണ് ഈ BJP ശക്തമായ ഉള്ളിടത്ത് രാഹുൽ ഗാന്ധി പോകാത്തത്? BJP ശക്തമായ ഉള്ളിടത്ത് രാഹുൽ ഗാന്ധി പോകുന്നുണ്ട്, അവിടെ മത്സരിക്കണമുണ്ട്. അതുപോലെ തന്നെ വയനാടിൽ വയനാടിന് ആവശ്യമാണ്. കാരണം തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കേരളം ഇതുപോലെ ഞങ്ങൾ തൂത്തുവാരാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക്, മുസ്ലിം ലീഗുകാർക്ക് ഇത് ബലിപെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നതുപോലെയാണ് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഈ രീതിയിലുള്ള ആവേശം, ഇത് ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് നേതാക്കന്മാർ തന്നെ പറയുന്നത്. അത്ര വലിയ ആവേശത്തിലാണ് വയനാട് മണ്ഡലത്തിൽപ്പെടുന്ന, മലപ്പുറം ജില്ലയിൽപ്പെടുന്ന 3 മണ്ഡലങ്ങളിലെയും വോട്ടർമാർ. തീർച്ചയായും ആ ആവേശം പൂർണ്ണമായും പ്രവർത്തകരുടെ വാക്കുകളിലുണ്ട്. വലിയ ആവേശം എല്ലായിടത്തും കോൺഗ്രസ് പ്രവർത്തകരിലും UDF പ്രവർത്തകരിലും കാണുന്നു. റഹീസ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നാണ്, മലപ്പുറം ജില്ലയുടെ ഭാഗമായുള്ള വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂരിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. അഞ്ച് നമുക്ക് ഒരു ഇടവേള കൂടി പോണതിന് മുമ്പ് മുഹമ്മദ് അസ്ലം തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. നമുക്ക് കേരളത്തിന്റെ മൊത്തം തെരഞ്ഞെടുപ്പ് ചിത്രം ഇതോടുകൂടി മാറുകയാണല്ലോ. അസ്ലം തയ്യാറാണ്? തീർച്ചയായും അസ്ലം, ഈ മൊത്തത്തിലുള്ള കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിർത്തുന്നു, അതോടെ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യ മൊത്താകെ കോൺഗ്രസിന്റെ ഒരു തരംഗം സൃഷ്ടിക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? അഞ്ജിത, ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി എടുത്തൊരു തീരുമാനമാണ്. കാരണം ദക്ഷിണേന്ത്യ ഒരുപക്ഷെ BJP-യേക്കാൾ കൂടുതൽ സീറ്റുകളും വോട്ടുകളും കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷികളും നേടാനുള്ള ഒരു പ്രദേശമായിട്ടാണ് കണ്ടിരിക്കുന്നത്. കേരളം അതോടൊപ്പം തന്നെ തമിഴ്നാട് DMK സഖ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അതോടൊപ്പം തന്നെ കർണാടക BJP-യുമായി നേർക്കുനേർ ഏറ്റുമുട്ടി BJP-യെ പരാജയപ്പെടുത്തിയ ഒരു സർക്കാർ ഉണ്ടാക്കിയാണ്. JDS-ഉമായിട്ടാണ് സഖ്യം ചേരുന്നത്. ആന്ധ്രാപ്രദേശിൽ അവിടെ തെലുങ്കുദേശം പാർട്ടിയുമായി TDP-യുമായി സഖ്യത്തിലുണ്ട്. അങ്ങനെ ഈ ഒരു 4 സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ BJP-യേക്കാൾ ഏറെ കോൺഗ്രസും കോൺഗ്രസിന് സഖ്യകക്ഷികളും സീറ്റുകൾ നേടിയെടുക്കാൻ നേരത്തെ ആലോചിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ അമേഠിയിൽ മത്സരിക്കുന്നതോടൊപ്പം തന്നെ ഒരു സീറ്റ് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്നുള്ളത് നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനമായിരുന്നു. ഇതിൽ ഏത് സ്ഥലത്ത് മത്സരിക്കണമെന്നതിനെ കുറിച്ചായിരുന്നു ഏറ്റവും അവസാന ഘട്ട ചർച്ചകൾ നടന്നത്. ഇതിൽ ഇപ്പോൾ അവർ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ വയനാട് ഉൾപ്പെടുത്താൻ ഏറ്റവും പ്രധാനമായി കാരണമായി AK ആന്റണിയും രൺദീപ് സുർജേവാലയെല്ലാം പറഞ്ഞൊരു കാര്യം, വയനാട് കർണാടകയുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ 3 സംസ്ഥാനങ്ങളുടെ ഒരു സംഗമ സ്ഥാനമാണ് വയനാട്. മത്സരിക്കുന്നതിലൂടെ ഈ 3 സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെതായ ഗുണം ലഭിക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഈ ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്കാരത്തെയും മറ്റും നേരിടാൻ BJP-യും സംഘപരിവാർ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ BJP വിരുദ്ധ മതേതര സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നതിലൂടെ ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു BJP-ക്കെതിരായ ഒരു സന്ദേശം എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും അതിൻ്റെതായ പ്രതിഫലനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ മണ്ഡലമായതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയൊരു പ്രതീക്ഷയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി തന്നെ കോൺഗ്രസ് ക്യാമ്പുകൾ, UDF ക്യാമ്പുകൾ ശക്തമായ ആവേശത്തിലാകും. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലെ പ്രവർത്തനം വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ളതാണ്. മറ്റൊന്ന്, വയനാട് സ്ഥാനാർത്ഥിയെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോടുകൂടി തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് 4-5 ദിവസമെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കേരളത്തിന് ലഭിക്കുമെന്നുള്ളതാണ്. വയനാട് വരുന്നു. വയനാടത്തെ നാമനിർദ്ദേശ പത്രികയ്ക്കായി 3-ാം തീയതി മിക്കവാറും അദ്ദേഹം എത്തും. അതിനുശേഷം പ്രചരണത്തിൻ്റെ ഭാഗമായി അവസാന 4-5 ദിവസമെങ്കിലും കേരളത്തിൽ തങ്ങാൻ രാഹുൽ ഗാന്ധി കഴിയും. കാരണം അമേഠി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ മത്സരങ്ങൾ പിന്നീടുള്ള ഘട്ടങ്ങളിലാണ്, 3-ാം ഘട്ടത്തിലാണ് കേരളത്തിൽ. അത് കഴിഞ്ഞ് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് അമേഠിയിൽ മത്സരമുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ദിവസം ഇവിടുത്തെ തിരഞ്ഞെടുപ്പിന് മുന്നേ കലാശക്കെട്ടിന് മുന്നേയുള്ള 4-5 ദിവസങ്ങൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ നിർത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കും. മാത്രമല്ല മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ റോഡ് ഷോ നടന്നതിനെക്കുറിച്ചും അവർ ആലോചിക്കുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന, അല്ലെങ്കിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട കോൺഗ്രസിന് തിരിച്ചുവരവിൻ്റെ കളമൊരുങ്ങിയ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ റോഡ് ഷോകളാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി നടത്തിയ റോഡ് ഷോകളാണ് കോൺഗ്രസിന് വളരെയേറെ പിന്തുണ, അല്ലെങ്കിൽ വലിയൊരു തരംഗമാക്കാൻ
കഴിഞ്ഞെന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് പ്രവർത്തക സമിതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പൊതുപരിപാടികൾക്കൊപ്പം തന്നെ റോഡ് ഷോയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രചരണ പരിപാടിക്കായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ആലോചിക്കുന്ന അത്തരമൊരു സംഘാടനത്തിനാണ് ആലോചിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഡേറ്റുകൾ വരാൻ സാധ്യതയുള്ള ഡേറ്റുകൾ ലഭിച്ചതനുസരിച്ചായിരിക്കും അതിലേക്ക് പോകുക. ഇത്തരത്തിൽ വലിയ പ്രചാരണത്തിലൂടെ ഒരു രാഹുൽ തരംഗം കേരളത്തിൽ ഉണ്ടാക്കുക, അതിലൂടെ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നവർ വിലയിരുത്തുകയും ചെയ്യുന്നു. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. അതിനുശേഷം മറ്റിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി നോക്കാം.